ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ വാരണാസി അയോധ്യ ട്രിപ്പിൻ്റെ 4th പാർട്ടാണിത്. ഇതിൻ്റെ മുമ്പേയുള്ള 3 ഭാഗം കാണാത്തവരൊന്ന് ജസ്റ്റ് കണ്ടിട്ട് വരണേ. അങ്ങനെ അയോധ്യേൻ്റെ കവാടാണിത്. ഈ കവാടത്തിൻ്റെ അടുത്ത് വരെ നമ്മൾ ബസ്സിന് എൻട്രി ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഓട്ടോസ് അല്ലെങ്കിൽ ബഗ്ഗീസിലാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. അതൊക്കെ നമ്മൾ കോർഡിനേറ്റേഴ്സ് അവർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. മോക്ഷ ട്രാവൽസിൻ്റെ ടീം എല്ലാ കാര്യങ്ങളും ആദ്യം ചെയ്തിട്ടുണ്ടായതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ബഗ്ഗിയിൽ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും എല്ലാം അവർ പറഞ്ഞിട്ടും ചെയ്തും തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ദശരഥ് മഹൽ, ഗുരുകുൽ, റസോയി എല്ലാം നമ്മൾ അവിടെ ഇങ്ങനെ പോകുന്ന വഴിക്ക് കാണുന്നുണ്ട്. ഇതൊക്കെ മുന്നോട്ടും ഇനിയും കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഇവിടെ സെക്യൂരിറ്റി ചെക്കിൻ്റെ ഏകദേശം അടുത്തെത്താനായി. ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ആകെ ഒരു ടൈപ്പ് ഓഫ് ക്യൂ ഉള്ളൂ. സ്പെഷ്യൽ ദർശൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. വീൽ ചെയറുകാർക്ക് മാത്രം സ്പെഷ്യൽ എൻട്രി ഉണ്ട്. അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വീൽ ചെയർ നേരെ കൊണ്ടുപോയി ദർശനം കഴിഞ്ഞ് അവർ തിരിച്ച് അതേ പോയിന്റിൽ തന്നെ ഇറക്കും. അല്ലാത്തവരെല്ലാം ഈ കാണുന്ന പോലെ ഈ ക്യൂവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏകദേശം 2-2.5 മണിക്കൂറിൻ്റെ അടുത്ത് ഈ ക്യൂവിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കതൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല കുറേ നേരം നിന്ന പോലെ. പിന്നെ നമ്മൾ മൊബൈൽ ഫോൺസും ചപ്പൽസും ഒക്കെ വെക്കേണ്ട സ്ഥലമാണിത്. അവിടെ ലോക്കർ ഫെസിലിറ്റി ഉണ്ട്. പക്ഷെ ഞങ്ങൾ കോർഡിനേറ്റർ അഭിജിത്ത് നമ്മൾ മൊബൈലെല്ലാം അവിടെ പിടിച്ച് നിൽക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ എത്തുന്നവരെ നമുക്ക് അയോധ്യനെ പറ്റി അങ്ങനെ വലിയ ധാരണകളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു ക്യൂ കടന്ന് നമ്മളൊരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ഏതോ ലോകത്തെത്തിപ്പെട്ടൊരവസ്ഥയാണ്. നമ്മൾ മൂവീൻ്റെ ഇതിലൊക്കെ പറയുകയാണെങ്കിലും ശരിക്കൊരു ബാഹുബലിൻ്റെ സെറ്റിലെത്തിപ്പെട്ട ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇനി ഇതിൻ്റെ അയോധ്യയുടെ പണി കംപ്ലീറ്റ് ആയിട്ട് കഴിയണമെങ്കിൽ 8 വർഷം എടുക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പോഴേ ഇതാണ് അവസ്ഥ. അപ്പോൾ ആ 8 വർഷം കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ കോർഡിനേറ്റർ ഗോകുൽ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു റൈറ്റ് സൈഡിൽ ചേർന്ന് പോകണം എന്ന് ക്യൂ. പക്ഷെ അപ്പം അതിൻ്റെ കുട്ടൻസ് എന്താണെന്ന് പിടികിട്ടിട്ടില്ലായിരുന്നെങ്കിലും നമ്മൾ ആ ഒരു ടെമ്പിളിലേക്ക് ഇങ്ങനെ കയറി കഴിഞ്ഞപ്പോൾ നമുക്കത് കറക്റ്റ് മനസ്സിലായി. കുറേ ദൂരേന്നേ നമുക്ക് രാംലല്ലയുടെ പ്രതിമ അവിടെ കാണാൻ സാധിക്കും. അങ്ങനെ നമ്മളത് കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ചൈതന്യം എന്നൊക്കെ പറയില്ലേ, അത് ശരിക്കും നമ്മൾ ആ വിഗ്രഹത്തിൽ കണ്ടു. അവിടെ ആ ശ്രീരാമൻ്റെ കുട്ടിക്കാലത്ത് ആ ഒരു വിഗ്രഹം മാത്രമാണ് അവിടുത്തെ പ്രതിഷ്ഠ. നല്ല ഹൈറ്റിൽ നല്ല ഭംഗിയിലുള്ളൊരു വിഗ്രഹമായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നതോടും നമ്മളെ മനസ്സ് വേറെ ഏതോ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് നന്നായിട്ട് ദർശനം ചെയ്യാനും എല്ലാം പറ്റിയിട്ടുണ്ടായിരുന്നു. ആ കറുത്ത നിറത്തിൽ കാണുന്ന ബിൽഡിങ് പഴയൊരു ഗുരുകുലാണെന്നാണ് നമ്മളെ കോർഡിനേറ്റേഴ്സ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. ഈ കാണുന്ന ക്യൂ ഹനുമാൻ ഗർഹിയിലേക്കുള്ള ക്യൂ ആണ്. രാവിലെ തൊട്ടൊരു 4-5 മണിക്കൂറായിട്ട് ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട് എന്നാണ് അറിഞ്ഞത്. അത്രയും തിരക്കായിരുന്നു. ഹനുമാൻ ഗർഹിയിലെത്തി ഹനുമാൻ സ്വാമിനോട് സമ്മതം ചോദിച്ചിട്ട് വേണം നമ്മൾ അയോധ്യയിൽ കയറണം എന്നാണ് അവിടെയുള്ളൊരു ചേച്ചി ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. ഈ കാണുന്നതാണ് ദശരഥ് മഹൽ. ശ്രീരാമൻ കുട്ടിക്കാലവും ഒക്കെ ചിലവഴിച്ചിട്ടുള്ള ദശരഥ മഹാരാജാവിൻ്റെ കൊട്ടാരവും പരിസരങ്ങളുമാണിത്. അവിടെയും നമ്മൾ കുറേ നേരം ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും നമ്മൾ ഹനുമാൻ ഗർഹിയിലേക്കുള്ള ക്യൂവിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഒരുപാട് ആൾക്കാർ അവിടെ കാത്തു നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വൈകുന്നേരം സരയൂ ആരതി കാണാനുണ്ടായിരുന്നു. ഗംഗ ആരതിൻ്റെ പോലെ അത്ര വലുതല്ലെങ്കിലും ഇതും ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ ഞങ്ങൾ കുറേ സമയം ചിലവഴിച്ചു. ഇത് നമുക്ക് വളരെ അടുത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇതൊക്കെ ഞങ്ങൾ ഇത്രയും പെട്ടെന്ന് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. സരയൂ നദീൻ്റെ കരയിലായിട്ടാണ് ഈ ആരതി നടക്കുന്നുണ്ടായിരുന്നത്. അവിടെ കാണാൻ ഒരുപാട് ആൾക്കാർ കൂട്ടം കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാലും നമുക്ക് വളരെ അടുത്തുനിന്നാണ് ഇതൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മളൊരു സരയൂ നദി പൂജയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പാലഭിഷേകവും ഒരു ദീപം ഒഴുക്കലും ഇതിനൊക്കെ ഒരു കർമ്മിയും ഉണ്ടായിരുന്നു അവിടെ. അവരെല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പം നമ്മൾ അതൊക്കെ ചെയ്തു. ശരിക്കും നമുക്ക് വേറിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ അയോധ്യ ദർശനം. നമ്മൾ വാരണസിക്കായിരുന്നു നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ മനസ്സ് ശരിക്കും കീഴടക്കിയത് അയോധ്യയിലെ ദർശനവും രാംലല്ലുവിൻ്റെ പ്രതിമയല്ലായിരുന്നു. ശരിക്കും ആ ഒരു തേജസ് എനിക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല. അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മളെ വാരണസി അയോധ്യ ട്രിപ്പ്. അങ്ങനെ ഞങ്ങൾ ഏകദേശം ട്രിപ്പിൻ്റെ എൻഡിലേക്ക് ആവുകയാണ്. നാളത്തോടു കൂടി ഞങ്ങൾ പാക്കേജ് തീരുകയാണ്. അപ്പം ഇനി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലക്നൌവിലേക്കാണ് പോയത്. ലക്നൗ എയർപോർട്ടിനാണ് ഞങ്ങൾക്ക് കാലിക്കറ്റിലേക്കുള്ള ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ലക്നൗവും കൂടെ ഒരു 2 days കണ്ടിട്ട് പോകാമെന്നുള്ള പ്ലാനായിരുന്നു. അപ്പോൾ അതിൻ്റെ പാർട്ട് 5 വീഡിയോ ഉടനെ വരുന്നതാണ്.